14ാമത്തെ പാർട്ടിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇറ്റ്സ് യുവർ മിഷൻ സാർ. നമ്മൾ ഇന്ന് പോകുന്നത് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗത്തെക്കുറിച്ച് പഠിക്കാനാണ്. എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, വേവ് എപ്പോഴും പോവുക നേരെയാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇവിടെ ഇയാൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങോട്ട് ഇതാ, അങ്ങോട്ട് ഇങ്ങോട്ട്, അങ്ങോട്ട് ഇങ്ങോട്ടാണ്. വേവ് പോകുന്നത് ഇങ്ങനെ, പാർട്ടികൾ മൂവ് ചെയ്യുന്നു ഇങ്ങോട്ട്. ഇവർ രണ്ടും എങ്ങനെയാടാ? പാരലലാണ് അല്ലേ? പാരലലാണ്. ഓക്കെ, അപ്പൊ സീനില്ല. അപ്പൊ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ. നേരത്തെ പെർപെൻഡിക്കുലർ, ഇവിടെ പാരലൽ. നേരത്തെ പെർപെൻഡിക്കുലർ, ഇവിടെ പാരലൽ. ബാക്കി ഒന്നും മാറ്റാനില്ല. ഇത് പഠിക്കാനുള്ള ഒരു കിടിലൻ കോഡ് സാർ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ നോക്കണം. ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവിന്റെ ടി കണ്ടില്ല നിങ്ങൾ? പെർപെൻഡിക്കുലർ ഉണ്ടോ? പെർപെൻഡിക്കുലർ. ഇതിങ്ങനെ തിരിച്ചിട്ട് നോക്കുക, പെർപെൻഡിക്കുലർ അല്ലേ? ഇനി ലോഞ്ചിറ്റ്യൂഡൽ വേവിലുണ്ടോ? ഇവിടെ ഒക്കെ ഇങ്ങനെ നേരെയുള്ളത് ഉണ്ടോ? ഹൈവ. ഓക്കെ, പാരലൽ ആയിട്ടാണുള്ളത്. അത്രേ ഉള്ളൂ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എൻ്റെ മക്കൾ ഇതൊന്ന് ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് മാത്രം പറയാണ്. കഴിഞ്ഞ പാർട്ടികളൊക്കെ മക്കൾ കാണണം കേട്ടോ. എന്നാൽ മാത്രം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുന്ന ഒരു സീരീസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കെടുത്ത് കാണുമ്പോൾ എന്താ സാർ പറഞ്ഞത് എന്ന് മനസ്സിലാവില്ല. കാരണം ഓരോന്നും നമ്മൾ കണക്ട് ചെയ്താണ് പോകുന്നത്. കൃത്യമായിട്ട് പഠിക്കണം മക്കളെ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.